ഫ്രണ്ട്സ്, അജിന്തി പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരം പരപരാ വെളുത്തു. ഇന്ന് ഒരു ലാഗ് ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക്. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ലാഗ് ഉണ്ടാവും. നിങ്ങൾക്കിനി എന്നെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ദൈവങ്ങളോടൊക്കെ ഇന്നത്തെ ഒരു നല്ല ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. കണ്ടോ എന്നെ കണ്ണട ഒന്നുകൂടി മനസ്സിലാവും. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്താണെന്നറിയില്ല, ഉറക്കമില്ല. കണ്ടില്ലേ, ഒരു കിളി പോയോണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. സൺഡേ ഞങ്ങൾ തൃപ്രയാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം തൃപ്രയാറിന് വന്നതിന് ശേഷം ആണ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വൈകിട്ട് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കണ്ണടച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ പറയുക, തലയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കില്ലേ, അതേപോലെ നമുക്കറിയാം ഉറങ്ങിയില്ല. പിന്നെ അപ്പം തന്നെ നമ്മൾ ഇങ്ങനെ എണീക്കും. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വരുമ്പോൾ പിന്നെ അയ്യോ സുഖമായിട്ടില്ല, അപ്പോൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ മാറി മാറി ഒരു സുഖമില്ലാതെ നമ്മൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഉറങ്ങാനും. എന്താ പറയുക, ഒരു മനുഷ്യനൊരു സ്വസ്ഥതയോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉറങ്ങുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലപോലെ ഞാൻ എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം വന്നു. പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടൊരു ഉറക്കം കിട്ടണം. ആ സമയത്ത് തന്നെ ആരെങ്കിലും ഫോൺ ചെയ്യും, ആരെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടാവും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിംഗ് ബെല്ലടിച്ചിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ എന്റെ ഉറക്കം പോവും. ആ ഒരു ഇതിൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ല ഉച്ചയ്ക്ക് എപ്പോഴും. ഇപ്പൊ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടാണ് കിടക്കുന്നതെങ്കിലും ആ ഒരു സമയം എന്താണെന്നറിയില്ല, 2 മണി തൊട്ട് 4 മണി വരെ എനിക്ക് ഉറങ്ങണം ഒക്കെ ഉണ്ട്. ഇത് പട്ടാളക്കാരോ കമാൻഡോസിന്റെ പോലെ ഇല്ല കേട്ടാ. എനിക്ക് ഉറങ്ങണമെന്നുണ്ട്, നല്ലപോലെ ഉറങ്ങണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ സാധിക്കണില്ല. ഉച്ചയ്ക്കെങ്കിലും ഉറങ്ങണമെന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അപ്പൊ രാത്രിയിലോ അപ്പൊ ഞാൻ വിചാരിക്കും രാത്രിയിലോ ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കും. അപ്പൊ പക്ഷെ രാത്രിയിലും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പൊ ഒരു തരം അപ്പൊ നമുക്കറിയാലോ, ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. എങ്കിലും 2 ദിവസവും നമുക്ക് ഉറക്കമില്ലാണ്ടായപ്പോ എനിക്ക് തീരെ ഒരു സുഖമില്ലാത്ത പോലെയാണ് ഞാനിപ്പോ നിൽക്കണത്. ഇപ്പൊ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഏട്ടൻ വിളിച്ചു. ഏട്ടൻ ഒരു 5:30 ആയപ്പോ എന്നെ വിളിച്ചതാണ്. ഇരുന്നിട്ട് വീണ്ടും ഇങ്ങനെ കിളി പോയോണേ ഇരിക്കുക. എന്നെ വിളിച്ചിട്ട് ഞാൻ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഇരിപ്പ്. എന്തോ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് ഞാൻ. എന്നിട്ട് എനിക്ക് പോയി കുളിച്ച് പിന്നെ വന്നു. പിന്നെ അമ്പലത്തിലൊക്കെ, നമുക്ക് പിന്നെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ, ഉറക്കാണ് കേട്ടോ മെയിനായിട്ട്. ഉറങ്ങണം എന്നുള്ള ഒരു തോന്നല് ഇപ്പൊ എന്തോ ഒരു ഉറങ്ങണില്ല. അതിനുവേണ്ടി നമ്മൾ തല കുളിച്ച് സെറ്റ് ആവുന്നുണ്ട്, ഒക്കെ ഉണ്ട്. എന്താണ് പിന്നെ ഞാനൊരു കാര്യമുണ്ട്, ചേട്ടൻ ഇപ്പൊ കളിക്കാനൊക്കെ ആയിട്ട് വൈകിട്ട് പോകുന്നുണ്ട്. ചേട്ടന് കളിയുണ്ട് അല്ലേ, ടൂർണമെന്റ് അല്ലേ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി പ്രാക്ടീസിന് പോവും. അപ്പൊ ഞാൻ ചേട്ടൻ എത്തണ വരെ മൊബൈൽ നോക്കിയിരിക്കും. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മൊബൈലില് ഇത് എത്രയും നേരം ഇരുന്നിട്ടാ ഞാൻ കണ്ടിന്യൂസ്. എനിക്ക് ഒന്നാമത് ഞാൻ കാണുന്ന സീരിയലുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണുന്ന മാംഗല്യം, കൃഷ്ണഗാഥ, ദുർഗ, പിന്നെ ചെമ്പരത്തി, ഈ 5 എണ്ണവും ഊള സീരിയലായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗാഥ ഇപ്പോഴും പിന്നെങ്കിലും ഭേദമുണ്ട്. ബാക്കി എല്ലാം ഒരു ഊള സീരിയലാ. ദേഷ്യം വരാ എനിക്ക്. അപ്പൊ അതുകൊണ്ട് അതും കാണുന്നില്ല. ഞാനിവിടെ ഭാരത് ഹോട്ടലിൻ്റെ അടുത്തെത്തിരിക്കട്ടെ. അപ്പൊ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് ചേട്ടൻ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാണ് കേട്ടോ. അവിടെ അറ്റത്ത് നിന്നാണ് പാർക്ക് ചെയ്തിട്ട് വരുന്നത്. ഞാനിവിടെ ഭാരത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ.
ഒരു കിളി പോയ അവസ്ഥയാണ്. അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്, ഫുള്ളാണ്, പാർക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ വേറൊരു ഈ പുറത്ത് ഇതിനകത്തോട്ടുള്ള ഒരു അവിടേക്ക് നിർത്തി എല്ലാവരും കുറച്ച് ആൾക്കാരായിട്ടായിരുന്നു നല്ല തിരക്ക്. അപ്പോൾ ഒരു സമാധാനമായിട്ട് ഫുഡ് കഴിക്കുക. ഇവിടെ ഭാരതിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സീറ്റിൻ്റെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കും, നല്ല തിരക്കായിരിക്കും. ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായാലും നല്ല തിരക്കാണ്, ആ തിരക്ക് വരും. അപ്പോൾ അങ്ങനെ വേഗം കഴിക്കണം, അതാണ് നമുക്ക്. ഇന്ന് ഫുൾ ഞാൻ പറയില്ല, ഫുൾ കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കണം. അമ്പലത്തിൽ പോയി, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്, എന്തൊക്കെ പറയേണ്ടി എന്തെങ്കിലുമൊക്കെ നന്ദിയും കഴിഞ്ഞിട്ട് പോകാം. അതെ, ഞാൻ ഓർഡർ കൊടുത്തത് 2 കിളി പോയി എന്ന് പറഞ്ഞില്ലേ, 2 മസാല ദോശ. പിന്നെ ഞാൻ പറഞ്ഞത് റോസ് വാട്ടർ ഒന്ന്, ബദാം മിൽക്കിനെ ഞാൻ പറഞ്ഞതാണ് ഒരു റോസ് വാട്ടർ ഒന്ന്. അത്ര ചെയ്യുന്നുണ്ട്. ഉറങ്ങിയില്ലേ എന്നുള്ളത് പറയണം. നല്ലപോലെ ഉറങ്ങിയിട്ട് എണിക്കണേ. ഞാനറിയാം ഫുഡ് കഴിക്കണം, അതുപോലെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണം. റോസ് വാട്ടർ കൊണ്ടിട്ട് കാണും. മസാല ദോശ എത്തി. കൊടാൻ മറന്നു ചേട്ടൻ. ഭാരതിയിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിട്ടോ. അപ്പോൾ ആൾ ചോദിക്കുകയാണ് ഓണം മെമ്പർ എടുക്കുമെന്ന്. പാവം തോന്നി, നിർവാഹമില്ല. അതായത് നമുക്ക് ഇതുവരെ എന്തെടുത്താലോ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ എടുക്കണം. ആണ് വണ്ടി അവിടെ അറ്റത്താണ് കൊണ്ടിട്ടിരിക്കണം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കയറാം. അറ്റത്താണ് കിടക്കുന്നത്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു. അസലായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണല്ലോ. എന്നാലും അതൊക്കെ കഴിച്ചു, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ഇഷ്ടംപോലെ ലോട്ടറി കടകളുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഏരിയ. ലോട്ടറി കടകളും ലോട്ടറിയും ഒക്കെ ആയിട്ട് അധികം നടക്കാറില്ല ഈ വഴിക്കൊന്നും, അത്ര ഇതല്ല. അപ്പോൾ നമുക്ക് അങ്ങ് വീട്ടിലേക്ക് പോകാം കേട്ടോ. അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാം കേട്ടോ.